CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആദ്യം AIYF എന്ന് പറയാൻ പഠിക്കണം. നഗരപിതാവ് AIYFന്റെ പിതാവേണ്ട. മണ്ണാർക്കാട് നടമാളിക റോഡ് സമരത്തെ പരിഹസിച്ച നഗരസഭാ ചെയർമാന് മറുപടിയുമായി AIYF മണ്ഡലം കമ്മിറ്റി അംഗം അബൂ റജ. മാന്യതയുണ്ടെങ്കിൽ MLA പണി ഉപേക്ഷിച്ച് തിരൂരിലെ വീട്ടിൽ പോയിരിക്കണമെന്ന് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P മണികണ്ഠനും പറഞ്ഞു. കുളപ്പുള്ളി ഷൊർണൂർ പാത നിർമ്മാണ പ്രവൃത്തികളുടെ കരാർ ഏറ്റെടുക്കാതെ കരാറുകാരൻ. കഴിഞ്ഞ 23 വരെ കരാർ ഒപ്പിടാൻ സമയമുണ്ടായിരുന്നെങ്കിലും ഇതുവരെ പ്രവൃത്തികൾ ഏറ്റെടുത്തിട്ടില്ല. 10 ദിവസം കൂടി പിഴയോടെ ഏറ്റെടുക്കാൻ അവസരമുണ്ടെന്ന് PWD അധികൃതർ പറഞ്ഞു. പുലുക്കല്ലൂർ പ്രഭാപുരം മുളയങ്കാവ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യുവാവിന്റെ വേറിട്ട പ്രതിഷേധം. റോഡിലെ വലിയ കുഴിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ തുണി അലക്കിയും കുളിച്ചുമാണ് പപ്പടപ്പടി സ്വദേശി സുബൈർ അധികൃതരുടെ ശ്രദ്ധ ക്ഷണിച്ചത്. ഷൊർണൂർ കുളപ്പുള്ളി പാത നിർമ്മാണ പ്രവൃത്തികളുടെ കരാർ ഏറ്റെടുക്കാതെ കരാറുകാരൻ. കഴിഞ്ഞ 23 വരെ കരാർ ഒപ്പിടാൻ സമയമുണ്ടായിരുന്നെങ്കിലും ഇതുവരെ പ്രവൃത്തികൾ ഏറ്റെടുത്തിട്ടില്ല. 10 ദിവസം കൂടി പിഴയോടെ ഏറ്റെടുക്കാൻ അവസരമുണ്ടെന്ന് PWD അധികൃതർ പറഞ്ഞു. തകർന്നുകിടക്കുന്ന പാതയുടെ അവസ്ഥ നാൾക്കുനാൾ പരിതാപകരമാവുകയാണ്. അതുകൊണ്ട് തന്നെ വാഹനയാത്രക്കാരുടെ പ്രതിഷേധവും വർദ്ധിക്കുന്നുണ്ട്. PWD അധികൃതരും പ്രതിഷേധത്തിൽ വലഞ്ഞു. കരാറെടുത്തവർ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും പുതിയ കരാറുകാർ ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുന്ന അപൂർവ സംഭവമാണ് പാതയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ജൂലൈ 3 വരെ പിഴയോടുകൂടി കരാർ ഏറ്റെടുക്കാൻ അവസരമുണ്ടെങ്കിലും കരാറുകാരൻ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നില്ലെന്നാണ് സൂചന. കരാർ ഏറ്റെടുത്താൽ നഷ്ടത്തിലാവുമെന്നതാണ് കാരണമായി പറയുന്നത്. കുളപ്പുള്ളി മുതൽ ഷൊർണൂർ ടൗണിലൂടെ SMP വരെയുള്ള 4 കിലോമീറ്ററോളം വരുന്ന പാതയിൽ ഭൂരിഭാഗവും തകർന്നു കിടക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും വാഹനങ്ങൾ തകരാറിലായി നിൽക്കുന്നതും നിത്യകാഴ്ചയാണ്. MLA ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഇടപെട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. CCN ഷൊർണൂർ. ആദ്യം AIYF എന്ന് പറയാൻ പഠിക്കണം. നഗരപിതാവ് AIYFന്റെ പിതാവേണ്ട. മണ്ണാർക്കാട് നടമാളിക റോഡ് സമരത്തെ പരിഹസിച്ച നഗരസഭാ ചെയർമാന് മറുപടിയുമായി AIYF മണ്ഡലം കമ്മിറ്റി അംഗം അബൂ റജ. മാന്യതയുണ്ടെങ്കിൽ MLA പണി ഉപേക്ഷിച്ച് തിരൂരിലെ വീട്ടിൽ പോയിരിക്കണമെന്ന് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P മണികണ്ഠനും പറഞ്ഞു. ബഹുമാന്യനായ മണ്ണാർക്കാട് നഗരസഭയുടെ പിതാവ് അതിനെക്കുറിച്ചൊരു പരാമർശം നടത്തിയാണ്. ഒന്ന്, ആദ്യം അദ്ദേഹത്തോട് പറയാനുള്ളത് AIYF ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ എന്ന് ഉച്ചാരണം നേരെ പഠിക്കാൻ പറയണം. AYFI എന്നോ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് മനസ്സിലാവുന്നില്ല. മറ്റൊന്ന്, ഞങ്ങളുടെ യുവജന സംഘടന 1959 നിലവിൽ വരികയും നാളെ ഇതുവരെയും ഇത്തരം സംഗതികളിലൊക്കെ വളരെ കർക്കശമായ നിലപാടിൽ ഇടപെടുകയും വെറുതെ എന്തിൻ്റെങ്കിലും പേരിലായിരുന്നു മാറി നിൽക്കുകയും ചെയ്യാത്ത ഒരു യുവജന പ്രസ്ഥാനത്തിനെ വളരെ കളിയാക്കുന്ന രീതിയിൽ എന്തോ ഒരു ക്രെഡിറ്റ് തട്ടിയെടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ഒരു മറുപടി അദ്ദേഹം പറയുണ്ടായി. അദ്ദേഹത്തോട് ആദ്യമേ പറയട്ടെ, എട്ടുകാലി മമ്മൂഞ്ഞുമാർ, നിങ്ങൾ സ്വയം ചിന്തിക്കുക. ആരാണ് എട്ടുകാലി മമ്മൂഞ്ഞുമാർ? ഞങ്ങൾക്ക് ആരുടെയും എന്തിൻ്റെങ്കിലും പ്രവൃത്തിയുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കേണ്ട ആവശ്യം ഞങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിന് ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ അറിയിക്കുക. നഗരസഭയുടെ പിതാവ് നഗരസഭയുടെ പിതാവായ മതി. AIYFന്റെ പിതാവാൻ നോക്കണ്ട. അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയണ്ടായി, അവിടെ പ്രശ്നമുണ്ട്, ഇവിടെ പ്രശ്നമുണ്ട്, അവിടെയൊക്കെ സമരം നടത്താനേ നന്നാവും എന്നുള്ളത്. അത് AIYF തീരുമാനിക്കും, ഞങ്ങളുടെ സംഘടന തീരുമാനിക്കും. ഞങ്ങൾ എവിടെ സമരം നടത്തണമെന്നും നടത്തണ്ടെന്നുള്ളത് അത് ഞങ്ങൾ തീർത്തും തുറന്നു തന്നെ പറയുകയാണ് ആ കാര്യം. അട്ടപ്പാടി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നൽകിയ വാക്കുപാലിക്കാത്ത MLAക്കെതിരെ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P മണികണ്ഠൻ രംഗത്തെത്തി. മാന്യതയുണ്ടെങ്കിൽ MLA പണി ഉപേക്ഷിച്ച് തിരൂരിലെ വീട്ടിൽ പോയിരിക്കണം എന്നായിരുന്നു മണികണ്ഠന്റെ രൂക്ഷമായ വിമർശനം. റോഡ് പണി മാർച്ച് 31 പൂർത്തീകരിക്കുമെന്ന് വീമ്പ് പറഞ്ഞ ആളാണ് മണ്ണാർക്കാട്ടെ MLA. അദ്ദേഹത്തിന് മാന്യത ഉണ്ടെങ്കിൽ പണി ഉപേക്ഷിച്ച് MLA പണി ഉപേക്ഷിച്ച് തിരൂരിൽ വീട്ടിൽ പോയിരിക്കണം. മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ പിന്നിട്ടു. റോഡ് പണി എങ്ങും എത്തിയിട്ടില്ല. ഒരു വാഹനത്തിന് ആ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. ഇത്ര മോശപ്പെട്ട റോഡ് കേരള സംസ്ഥാനത്തുണ്ടാവില്ല. പ്രാദേശിക വികസന കാര്യത്തിൽ തനിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്ന കാര്യത്തിൽ മാത്രമേ MLAക്ക് റോഡുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നാട്ടുകാരെ മണ്ടയിലാണ്. അന്ന് സമരം അനാവശ്യമാണെന്ന് പറഞ്ഞ് വേറെ ചില ആളുകൾ MLAയുടെ പിന്നാലെ കൂടിയിരുന്നു.
അപ്പോൾ അവരൊക്കെ എവിടെ പോയി? ഈ ജൂലൈ 31 ഇപ്പോൾ അവസാന ഡേറ്റ് കൊടുക്കുന്നത്. കരാർ കാലാവധി നീട്ടി. കരാർ കാലാവധി നീട്ടുമ്പോൾ വേണ്ടേ MLA എതിർക്കാൻ? ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി എപ്പോഴും എതിർക്കുക? ഒരു കരാറുകാരൻ സമയബന്ധിതമായി പണി പൂർത്തീകരിക്കില്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. അപ്പോൾ ഇടപെടേണ്ട MLA. അപ്പോൾ MLA ഇടപെട്ടില്ല. അപ്പോൾ MLA കരാറുകാരനെ ന്യായീകരിക്കാൻ നടന്നു. അതിൻ്റെ പുറകിൽ എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങളൊക്കെ ഭരിഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആളുകളാണ്. MLA അതിൻ്റെ പിന്നിൽ നടത്തിയ നാടകമൊക്കെ ഞങ്ങൾക്കറിയാം. അത് കഴിഞ്ഞു മൂപ്പര് തന്നെ പറഞ്ഞു, ഞങ്ങളിപ്പോൾ പുതിയ പ്രതിഷേധം. മൂപ്പര് കത്ത് കൊടുത്തു പോലും. മൂപ്പര് കത്ത് കൊടുക്കേണ്ട ആളാണോ? മൂപ്പര് സാധാരണ അല്ലല്ലോ, ഒരു ജനപ്രതിനിധിയല്ലേ. കിഫി എന്ന് പറഞ്ഞ കേരള സംസ്ഥാന ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന പ്രവൃത്തിയാണ്. അതിൽ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ആൾ MLA ആണ്, സ്ഥല MLA ആണ്. MLA 100% നിരുത്തരവാദപരമായ സമീപനമാണ് ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അട്ടപ്പാടി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ ജനങ്ങൾക്കിടയിൽ വ്യാപകമായ പ്രതിഷേധം നിലനിൽക്കെയാണ് CPIയുടെ ഈ പ്രതികരണം. CCN മണ്ണാർക്കാട്. ഈ മാസം 18, 19, 20 തീയതികളിൽ വടക്കാഞ്ചേരിയിൽ നടക്കുന്ന CPI ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി AIYF, AISF ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് യുവജന വിദ്യാർത്ഥി സംഗമം നടത്തും. ജൂലൈ 4 വൈകുന്നേരം 4 മണിക്ക് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗമം AIYF അഖിലേന്ത്യാ സെക്രട്ടറി സുഖ്ജിന്ദർ സിംഗ് മഹേശ്വരി ഉദ്ഘാടനം ചെയ്യും. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി, AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ, AIYF സംസ്ഥാന സെക്രട്ടറി A അധിൻ എന്നിവർ പങ്കെടുക്കും. വർത്തമാനകാലത്ത് രാജ്യത്തിന്റെ അഖണ്ഡതയും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് ഈ യുവജന സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPI അസിസ്റ്റന്റ് ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി, മണ്ഡലം പ്രസിഡന്റ് AK അബ്ദുൽ അസീസ്, യുവജന സംഘടനാ നേതാക്കളായ S സുമല, TM സിദ്ധാർത്ഥ്, P നൌഷാദ്, K ഷാജഹാൻ, P കബീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. പുലുക്കല്ലൂർ പ്രഭാപുരം മുളയങ്കാവ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യുവാവിന്റെ വേറിട്ട പ്രതിഷേധം. റോഡിലെ വലിയ കുഴിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ തുണി അലക്കിയും കുളിച്ചുമാണ് പപ്പടപ്പടി സ്വദേശി സുബൈർ അധികൃതരുടെ ശ്രദ്ധ ക്ഷണിച്ചത്. പ്രഭാപുരം മുളയങ്കാവ് റോഡ് തകർന്നു തരിപ്പണമായിട്ട് വർഷങ്ങളായി. മഴ ആരംഭിച്ചതോടെ റോഡിലെ വലിയ കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് യാത്രാദുരിതം വർദ്ധിച്ചിരിക്കുകയാണ്. റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി പലതവണ പരാതികൾ നൽകിയിട്ടും നടപടിയുണ്ടാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. രാവിലെ വീട്ടിൽ നിന്ന് തുണിയും കുപ്പായവും എടുത്തിറങ്ങിയാൽ റോഡിൽ നിന്ന് കുളി പാസാക്കി പോകാം. അതിനാണ് റോഡിൽ കുളം സർക്കാർ കെട്ടിത്തന്നത് എന്ന് പരിഹസിച്ചുകൊണ്ടാണ് സുബൈർ റോഡിലെ കുഴികളിൽ നിറഞ്ഞ വെള്ളക്കെട്ടിൽ തുണി അലക്കുകയും കുളിക്കുകയും ചെയ്തത്. ഇവിടുന്ന് തുണി കുപ്പായ എടുത്തിട്ട് ഞങ്ങൾ നടക്കും. അപ്പുറത്ത് പോയി കുളി കഴിഞ്ഞ് ബസ്സിന് കയറി പോകും. അങ്ങനെയാണ് ഞങ്ങളെ പരിപാടി. സ്ഥിരമുള്ള പരിപാടിയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ 2 കൊല്ലമായിട്ട് ഞങ്ങളെ സ്ഥിരം പരിപാടി തന്നെയാണ്. ഇവിടുന്ന് ഡ്രസ്സ് മാറിപ്പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തുമ്പോഴത്തേന് കാളൂട്ടുകണ്ടത്തിൽ പോയ മാതിരിക്കാരം. അപ്പൊ ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് വലിയൊരു തോടും പുഴയും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പോയിട്ട് കുളിച്ചിട്ട് അപ്പുറത്തേക്ക് പോകും. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വലിയ ജനരോഷമാണ് ഉയരുന്നത്. എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCN ചെർപ്പുളശ്ശേരി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കുഴികൾ കാരണം അപകടങ്ങൾ തുടർക്കഥയാകുന്നു. തൊടുകാപ്പ് മണലംപുറം ഭാഗത്തെ റോഡിലെ കുഴി കണ്ട് പെട്ടെന്ന് നിർത്തിയ കാറിന് പിന്നിൽ KSRTC ബസ്സിടിച്ച് അപകടം. യാത്രക്കാർക്ക് പരിക്കില്ല. അരക്കുറുമ്പ് പുത്തൂർ വേങ്ങശ്ശേരി സ്വദേശി മുഹമ്മദ് അലിയുടെ ഇന്നോവ കാറിന് പിന്നിലാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് ഇടിച്ചത്. ദേശീയപാതയിലെ ഈ ഭാഗത്ത് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപരിചിതമായ റോഡിലൂടെ വന്ന കാർ ഡ്രൈവർ കുഴി കണ്ടയുടൻ പെട്ടെന്ന് വാഹനം നിർത്തിയതോടെ പിന്നാലെ വന്ന KSRTC ബസ്സിന് നിയന്ത്രിക്കാനായില്ല. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പിൻഭാഗത്ത് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. ദേശീയപാത അധികൃതർ കുഴികൾ നികത്താൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. എത്രയും പെട്ടെന്ന് അപകടകരമായ കുഴികൾ നികത്തി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ദേശീയപാത അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCN ചത്തല്ലൂർ. ചത്തല്ലൂരിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാകുന്നു. ചത്തല്ലൂർ മുടായിൽ വിജയലക്ഷ്മിയുടെ 3 വർഷം പ്രായമുള്ള ആടിനെ തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നു. സംഭവം പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്.
ദിവസവും സമീപത്തുള്ള പറമ്പിൽ മേയാൻ വിടുന്ന പതിവുണ്ടായിരുന്ന ആടിനെ വിജയലക്ഷ്മി ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് പോയ സമയത്താണ് നായ്ക്കൾ ആക്രമിച്ചത്. 5ഓളം തെരുവുനായ്ക്കൾ ചേർന്നാണ് ആടിനെ കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചതെന്ന് വിജയലക്ഷ്മി പറഞ്ഞു. ആടിനെ ഞാൻ മേടിച്ചിട്ട് അവിടെ നിർത്തി പോന്നതായിരുന്നു. വീട്ടിലേക്ക് ഒരു ലേശം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴേക്ക് പിന്നെ 5 നായ്ക്കൾ വന്നിട്ട് കടിച്ചിട്ട് കഴുത്തൊക്കെ ഇങ്ങോട്ട് പൊട്ടിച്ചിരുന്നു. അതിന് ശേഷം ഞാൻ ആസ്പത്രി കൊണ്ടുപോയി. പെരിന്തൽമണ്ണ പിന്നെ മൃഗാസ്പത്രിക്ക് കൊണ്ടുപോയതാണ്. അവിടെ അയാൾ അടച്ചു പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ആസ്പത്രിയിൽ കാണിച്ചു. അത് അവിടുന്ന് അവർ ഗ്ലൂക്കോസ് കയറ്റി ഇഞ്ചക്ഷൻ വെച്ചു. മരുന്ന് പിന്നെ സ്പ്രേ അതടിക്കാനുള്ളത് അതും തന്നു. നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ആടിനെ ഉടൻ തന്നെ മൃഗാശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല. 3 വർഷം മുൻപ് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ആടായിരുന്നു ഇത്. ചെത്തല്ലൂർ ഭാഗത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനു മുൻപും പ്രദേശത്ത് തെരുവുനായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്തിടെ നാട്ടുകല്ലിൽ വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ചെറിയ കുട്ടികളെ തെരുവുനായ്ക്കൾ ആക്രമിച്ചത് വലിയ ഭീതി പരത്തിയിരുന്നു. വിവരമറിഞ്ഞ് തച്ചനാട്ടുകര പഞ്ചായത്ത് അംഗം പി രാധാകൃഷ്ണൻ സംഭവസ്ഥലം സന്ദർശിച്ചു. വിജയലക്ഷ്മിക്ക് പഞ്ചായത്തിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഇതിനായി അപേക്ഷ പഞ്ചായത്തിലേക്ക് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. CCN ചെത്തല്ലൂർ. മലയാള ഭാഷയെയും സാഹിത്യത്തെയും നെഞ്ചേറ്റി തന്റെ ജീവിതം തന്നെ അതിനായി സമർപ്പിച്ച ഒരു വ്യക്തിയുണ്ട് തിരുവിഴാംകുന്നിൽ. 82-ാം വയസ്സിലും തന്റെ 36-ാം പുസ്തകം വായനക്കാരിലേക്ക് എത്തിച്ച് നമ്മെ വിസ്മയിപ്പിക്കുകയാണ് TR തിരുവിഴാംകുന്ന്. CCN പ്രതിനിധി ജയചന്ദ്രൻ ചെത്തല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ബാല്യം മുതൽക്കേ സാഹിത്യത്തോട് അടങ്ങാത്ത അഭിനിവേശം പുലർത്തിയ TR തിരുവിഴാംകുന്ന് തന്റെ തൂലികയിലൂടെ നിരവധി വായനക്കാരുടെ ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. ഇപ്പോൾ 82-ാം വയസ്സിൽ അദ്ദേഹം പുറത്തിറക്കിയ മനസ്സിലൊരു രവിവർമ്മ ചിത്രം എന്ന 36-ാമത്തെ പുസ്തകമാണ് ചർച്ചയാകുന്നത്. കഥാകാരന്മാർ സാധാരണയായി തങ്ങളുടെ രചനകൾക്ക് മുൻകൂർ ജാമ്യം തേടാറുണ്ട്. എന്നാൽ ഇതിന് നേർവിപരീതമായി ജീവിച്ചിരിക്കുന്നവരുടെയോ മരിച്ചുപോയവരുടെയോ സംഭവ കഥയാണിതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് TR തിരുവിഴാംകുന്ന് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. 50-ലധികം സംഭവ കഥകളുടെ കൗതുകകരമായ അവതരണമാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന ആകർഷണം. മനസ്സിലൊരു രവിവർമ്മ ചിത്രം എന്നതാണ്. അത് മുമ്പ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്ന ആൾക്കാർ ഇതിൽ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളോ മരിച്ചുപോയവരോ ആയ ആരുമായിട്ടും സാമ്യമുള്ളവരെ കണ്ടേക്കാം, പക്ഷേ അത് യാദൃശ്ചികം മാത്രമാണ് എന്ന് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന പതിവുണ്ടായിരുന്നു. ഞാൻ നേരെ മറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആണ് എന്ന പ്രഖ്യാപനത്തോടെയാണ് എഴുതിയിട്ടുള്ളത്. അതിന് കാരണവുമുണ്ട്. നമ്മുടെ നാട്ടിൽ നാം അറിയേണ്ടുന്ന പല കാര്യങ്ങളും അറിയപ്പെടാതെ പോകുന്നു. അപ്പോൾ അത് സംഭവിക്കരുത് എന്നോർത്തുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. പേപ്പട്ടി വിഷബാധയേറ്റ ഒരു ബാലികയുടെ ദുരിതവും അവൾക്ക് മരുന്ന് ലഭിക്കാനായി ഒരു പിതാവ് നടത്തുന്ന നെട്ടോട്ടവുമാണ് പുസ്തകത്തിലെ ഒരു ഹൃദയസ്പർശിയായ അധ്യായം. ആവശ്യമായ മരുന്ന് ലഭ്യമല്ലാത്ത അവസ്ഥയിൽ ഒരു വ്യക്തി സ്വന്തം മരുന്ന് കുപ്പിയിൽ നിന്ന് വാക്സിൻ അപഹരിച്ച് ആ കുടുംബത്തിന് നൽകുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് രചനയുടെ തുടക്കം. ഇത്തരം യഥാർത്ഥ ജീവിതാനുഭവങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സാഹിത്യ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച TR തിരുവിഴാംകുന്നിനെ തേടി നിരവധി പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട്. നാം ജീവിക്കുന്ന ഭൂമി എന്ന പരിസ്ഥിതി ഗ്രന്ഥത്തിന് ഹരിതഭാരത് അവാർഡും പിന്നോട്ട് കുതിക്കുന്ന കേരളം എന്ന ഗ്രന്ഥത്തിന് PT ഭാസ്കര പണിക്കർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. സാന്ത്വനം അവാർഡ്, VT ഭട്ടതിരിപ്പാട് സ്മാരക പുരസ്കാരം, പവനൻ സ്മാരക പുരസ്കാരം, ഹാസ്യകേളി പുരസ്കാരം, മലയാള ഭാഷ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാര സമിതിയുടെ ആദരം തുടങ്ങി ഒട്ടേറെ ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി. കേരള ഗവൺമെന്റ് മൃഗസംരക്ഷണ വകുപ്പിൽ ഫീൽഡ് ഓഫീസറായി വിരമിച്ച TR തിരുവിഴാംകുന്ന് ഹാസ്യവേദി സംസ്ഥാന പ്രസിഡന്റ്, ഭരണപരിഷ്കാരവേദി ജില്ലാ സെക്രട്ടറി, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സമിതി അംഗം, ദീപസ്തംഭം മാസിക പത്രാധിപർ തുടങ്ങി നിരവധി സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവമായിരുന്നു. നിലവിൽ കോളമിസ്റ്റും ജില്ലാ നവോത്ഥാനവേദി, അക്ഷരവായനശാല, ഗ്രന്ഥാലയം എന്നിവയുടെ പ്രസിഡന്റുമാണ് TR തിരുവിഴാംകുന്ന്. അന്ന് ഞാൻ സർക്കാർ സർവീസിൽ കയറിയിരിക്കുന്നു. ആ പുസ്തകത്തിന് മുഖവില എഴുതിയത്
അന്തരിച്ച പാലക്കീഴ് നാരായണൻ ആണ്. പിന്നെ അങ്ങനെ പല പുസ്തകങ്ങളായിട്ട് എഴുതി തുടങ്ങി. ഒപ്പം ആനുകാലികങ്ങളിൽ ലേഖനങ്ങൾ, കവിതകൾ എഴുതാറുണ്ട്. ഇപ്പോൾ മാതൃഭൂമി, മലയാളം, കേരളകൗമുദി, ദേശാഭിമാനി തുടങ്ങിയ പല വാരികകളിലും എൻ്റെ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ടാവുക ദിനപത്രങ്ങളിലായിരിക്കും. കാരണം ദിനപത്രങ്ങളിലാണ് സാമൂഹ്യ പ്രധാനമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വിഷയങ്ങളെ സംബന്ധിച്ചായാലും ഈ പ്രതികരണാത്മകമായ വിഷയങ്ങളാണെങ്കിൽ. പ്രസന്നയാണ് ഭാര്യ. സുഗത, സുനന്ദ, സുഷമ എന്നിവർ മക്കളാണ്. CCN ചത്തല്ലൂർ. ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ചെർപ്പുളശ്ശേരിയിലെ മുതിർന്ന ഡോക്ടർമാരെ ആദരിച്ച് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വർഷങ്ങളായി നാട്ടിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർമാരെയാണ് ആദരിച്ചത്. ഡോക്ടർ KP ശാന്തകുമാർ, ഡോക്ടർ PT ഹമീദ് എന്നിവരെയും ചെർപ്പുളശ്ശേരി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ മറ്റു ഡോക്ടേഴ്സിനെയും ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഡോക്ടർമാർക്ക് ഇൻഡോർ പ്ലാന്റുകളും സമ്മാനമായി നൽകി. സമൂഹത്തിന് ഡോക്ടർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങൾക്ക് നന്ദി പറയുന്നതിനും അവരെ ആദരിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അധികൃതർ അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. KSSPA ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. സംസ്ഥാന സർവീസ് പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണം അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് സമരം. 2024 ജൂലൈ 1 പെൻഷൻ പരിഷ്കരിക്കേണ്ടിയിരുന്നിട്ടും 1 വർഷം പിന്നിട്ടിട്ടും പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാനോ നടപടികൾ ആരംഭിക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് O ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ധർണ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന 9 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഭരണത്തിലേറിയ നാൾ മുതൽ പെൻഷൻകാരോട് തുടർച്ചയായി കാണിച്ചു പോരുന്ന നിഷേധത്തിനെതിരെ, അവഗണനയ്ക്കെതിരെ ആണ് ഈ 2025 ജൂലൈ 1 സംസ്ഥാനത്തുടനീളം കരിദിനമായി ആദരിച്ചുകൊണ്ട് എല്ലാ ട്രഷറികൾക്ക് മുന്നിലും, ഈ സംസ്ഥാനത്തെ എല്ലാ ട്രഷറികൾക്ക് മുന്നിലും ഇന്ന് രാവിലെ 10 മണിക്ക് മുതൽ ഉച്ചവരെ ധർണ നടത്തുകയാണ്. നമുക്ക് പറയാനുള്ളത് 9 വർഷക്കാലമായി ഇടതുപക്ഷ സർക്കാർ ഈ പെൻഷൻകാർക്ക് ഒരു ആനുകൂല്യവും തന്നെ തന്നിട്ടില്ല എന്നുള്ളതാണ്. അതാണ് സത്യം. DCC സെക്രട്ടറി ഓമന ഉണ്ണി, UDF ഒറ്റപ്പാലം നിയോജക മണ്ഡലം ചെയർമാൻ P ഗിരീശൻ, VD മണികണ്ഠൻ, VK വാസുദേവൻ, K ഉണ്ണികൃഷ്ണൻ, A ജ്ഞാനാംബിക, K ശ്രീകുമാർ, V ഉണ്ണികൃഷ്ണൻ, PT തങ്കവേലു തുടങ്ങിയവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. സർവീസ് പെൻഷൻകാർ കരിദിനം ആചരിച്ചു. മലപ്പുറം നിയോജക മണ്ഡലം കമ്മിറ്റി ജില്ലാ ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. സംസ്ഥാനത്തെ സർവീസ് പെൻഷൻകാർക്ക് 2024 ജൂലൈ 1 മുതൽ ലഭിക്കേണ്ട പുതുക്കിയ പെൻഷൻ ആനുകൂല്യങ്ങൾ 2025 ജൂലൈ 1 നൽകാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിച്ചത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് P മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KA സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മിനിമം 2 മാസത്തെ സമയം ആവശ്യമാണ്. ഇത്തരത്തിൽ ഒരു 12 ഇന്ന് ഒരു ശമ്പള കമ്മീഷനെ നിയമിച്ചാൽ പോലും മിനിമം ഒരു 12 മാസത്തെ സമയം നമുക്ക് ഒരു റിപ്പോർട്ട് കുറച്ച് ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടി കാലയളവ് വേണം. എന്നാൽ
സംസ്ഥാന സർക്കാർ ഒരു തീർച്ചയായും പെൻഷൻകാരനേർക്കും അല്ലെങ്കിൽ ജീവനക്കാരനേർക്കും പുറംതിരിഞ്ഞുകൊണ്ട് ഒരു പെൻഷൻ പരിഷ്കരണം ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു അട്ടിമറിക്കാൻ വേണ്ടി നീക്കം നടത്തുകൊണ്ടിരിക്കുകയും ശക്തമായ പ്രതിഷേധം പെൻഷൻ സമൂഹത്തിന് ഈ കാര്യത്തിലുണ്ട്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ നന്ദനൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പി ശ്രീധരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം ജയപ്രകാശ്, ടി അബ്ദുൾ റഫീഖ്, സെക്രട്ടറി ഒ പി കെ അബ്ദുൾ ഗഫൂർ, ടി പി അബ്ദുൾ സലാം എന്നിവർ പ്രസംഗിച്ചു. പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. CCN മലപ്പുറം. തൂമ്പ ഡാൻസ് ഒരു മതത്തിനും എതിരല്ലെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ലോക റെക്കോർഡ് നേടിയ പുത്തൂർ പള്ളിക്കൽ VPKM HSSലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റും മെഡലും വിതരണം ചെയ്യുകയായിരുന്നു സ്പീക്കർ. പിക്കാസോയുടെ ഒരു വാർ അല്ലെങ്കിൽ ആന്റി വാർ പെയിന്റിംഗ് ആയിരുന്നു. വാറിനെതിരെ വരച്ച ചിത്രമായിരുന്നു 1937. ആ വാറിനെതിരായ ഇപ്പോഴും ലോക സാഹചര്യത്തിൽ യുദ്ധവിരുദ്ധതയ്ക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. യുദ്ധത്തിനെതിരായിരിക്കണം നമ്മൾ. യുദ്ധങ്ങൾക്കെതിരായി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം. സമാധാനത്തിന്റെ പക്ഷത്താണ് നമ്മൾ. 37 പിക്കാസോ അന്നത്തെ ഹിറ്റ്ലറുടെ ചെയ്തികൾക്കെതിരെ വരച്ച ചിത്രമാണ്. 37 ഹിറ്റ്ലറുടെ ചെയ്തിയാണെങ്കിൽ ഇന്ന് അതിന് സമാനമായി ഇസ്രായേലും മറ്റും തീർക്കുന്ന യുദ്ധക്കൊതിയുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിനെതിരായ ശക്തമായ നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചു പോകാൻ സാധിക്കണം. ബർട്രൻ റസൽ, ആ പേര് നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിക്കുന്നില്ല ബർട്രൻ റസലിനെ കുറിച്ച്. ബർട്രൻ റസൽ സൂചിപ്പിച്ചത് വാർ ഡസ് നോട്ട് ഡിറ്റർമൈൻ ഹു ഈസ് റൈറ്റ്, വാർ ഡിറ്റർമൈൻസ് ഹു ഈസ് ലെഫ്റ്റ് എന്നാണ്. യുദ്ധം ഒരിക്കലും ആരാണ് ശരി എന്നല്ല തീരുമാനിക്കുന്നത്, യുദ്ധം ആരാണ് അവശേഷിക്കുന്നത്. യഥാർത്ഥത്തിൽ യുദ്ധം അവശേഷിപ്പിക്കുന്ന ആരെ? ശരിയും തെറ്റിനും പ്രസക്തിയില്ല. ഇവിടെ ഇപ്പോ നിങ്ങൾക്കറിയാം, ഇന്ത്യ ഒരു ലിമിറ്റഡ് വാറിലേക്ക് പോയി. ലിമിറ്റഡ് യുദ്ധമാണ്. ആ ലിമിറ്റഡ് യുദ്ധം ഉണ്ടായ ഘട്ടത്തിൽ ചിലര് പറഞ്ഞു ഇപ്പൊ സോഷ്യൽ മീഡിയ വിടാൻ പാടില്ല, പാകിസ്ഥാൻ അടിച്ച് നിരത്തണം. അതിൽ വ്യത്യസ്തമായൊരു ശബ്ദം ഉണ്ടായത് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്ത് സ്വരാജിൻ്റെതാണ്. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്തുണ കൊടുത്തിന്. എന്താ കാരണം? നമുക്ക് പ്രയാസമൊന്നും തോന്നൂല. കാരണം എന്താ? നമ്മൾ വളരെ സേഫ് സ്പേസിലാണ്. ജമ്മു കാശ്മീരിൽ ഇരിക്കുന്നതും രാജസ്ഥാനിൽ ഇരിക്കുന്നതും പഞ്ചാബിൽ ഇരിക്കുന്ന ജനങ്ങൾ അതിനെ പിന്തുണക്കോ ഇല്ല. കാരണം എന്താ? അവർക്ക് അടിവരും. യുദ്ധം നാശമാണ്, യുദ്ധം സമാധാനത്തിനെതിരാണ്, യുദ്ധം മനുഷ്യരാശിക്കെതിരാണ്. അതുകൊണ്ട് മനുഷ്യരാശിക്കെതിരായ യുദ്ധത്തിനെതിരെ എല്ലാ കാലത്തും നിങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കണം. ആ പ്രതികരണമാണ് നിങ്ങൾ ചിത്രത്തിലൂടെ കാണിച്ചത്. ഏതായാലും വളരെ പോസിറ്റീവായി ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട് എന്ന കാര്യത്തിൽ അഭിമാനിക്കുന്നു. വളരെ പ്രൗഡ് തോന്നുന്നു നിങ്ങളെ കുറിച്ച്. കാരണം നിങ്ങൾ വളരെ റെലവന്റ് ആയ ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യാൻ തയ്യാറായി. അതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം. വ്യായാമത്തോടൊപ്പം മാനസികോല്ലാസം നൽകുന്ന ഒന്നാണ് സൂംബ. മനുഷ്യർ ബഹിരാകാശത്ത് പോകുന്ന ഇക്കാലത്ത് അനാവശ്യമായാണ് ഇതിനെ എതിർക്കുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. ലോക റെക്കോർഡ് ജേതാക്കളായ വിദ്യാർത്ഥികളെ സ്പീക്കർ അഭിനന്ദിച്ചു. പ്രശസ്ത ചിത്രകാരൻ പാബ്ലോ പിക്കാസോ വരച്ച യുദ്ധവിരുദ്ധ ചിത്രമായ ഗോർണിക്കയുടെ പുനരാവിഷ്കാരമാണ് ലോക റെക്കോർഡിൽ ഇടം പിടിച്ചത്. 13 അടി നീളത്തിലും 12 അടി വീതിയിലും 400ഓളം വ്യത്യസ്ത നിറങ്ങളിലുമുള്ള ഷോളുകൾ ഉപയോഗിച്ച് തുണി കൊണ്ടുള്ള കൊളാഷ് രൂപം 3 മണിക്കൂർ കൊണ്ടാണ് തയ്യാറാക്കിയത്. മാനേജ്മെന്റ്, PTA, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ജീവനക്കാർ എന്നിവരുടെ കൂട്ടായ ശ്രമവും ഉണ്ടായിരുന്നു. സ്കൂളിന്റെ 50ാം വാർഷികാഘോഷ ലോഗോയും സ്പീക്കർ പ്രകാശനം ചെയ്തു. P. അബ്ദുൾ ഹമീദ് MLA അധ്യക്ഷത വഹിച്ചു. TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയായി. മുൻ PSC അംഗം VP അബ്ദുൾ ഹമീദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അബ്ബാസ് എന്നിവർ സംസാരിച്ചു. CCN മലപ്പുറം. കേരള പ്രവാസി സംഘം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം പുലാമന്തോളിൽ ജൂലൈ 4 നടക്കും. പ്രവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പോരാട്ടം തുടരുമെന്ന് നേതാക്കൾ പറഞ്ഞു. ആ പ്രവാസികൾ ഇത്തരം ഒരു യുദ്ധ സാഹചര്യത്തിൽ അവരുടെ ജോലികൾ നഷ്ടപ്പെടുകയും നാട്ടിലേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷം വരികയും ചെയ്യുകയാണ്. ഇപ്പൊ ഇറാനെതിരായിക്കൊണ്ട് യാതൊരു കാരണവുമില്ലാതെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇറാനിലുണ്ടായിരുന്നു. അവർ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസത്തിന്റെ ക്യാൻവാസ് മാറുകയാണ്. വലിയ രൂപത്തിലുള്ള ഇടപെടലിന്റെ വലിയ ആക്കം കൂട്ടുന്ന ഒരു സാഹചര്യമാണ് ലോകത്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അപ്പൊ അതിനൊക്കെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സംഘടന ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് ഇത്തവണത്തെ സമ്മേളനത്തിന്റെ ഒരു ലക്ഷ്യം.
അപ്പോൾ ഇത്തവണ ആണെങ്കിൽ പ്രവാസി സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഒരുപാട് പ്രവാസികളെ ക്ഷേമനിധിയിൽ അംഗങ്ങളാക്കാനും സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും നോർക്ക കാർഡ്, ഇൻഷുറൻസ്, മറ്റ് സഹായങ്ങൾക്കുള്ള അപേക്ഷ നൽകുന്നതിന് ഏരിയ 160ഓളം വരുന്ന യൂണിറ്റുകളിൽ മിക്കവയിലും സ്ഥിരമായി ക്യാമ്പുകൾ സംഘടിപ്പിച്ചതായും കേരള പ്രവാസി സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആദ്യം AIYF എന്ന് പറയാൻ പഠിക്കണം. നഗരപിതാവ് AIYFന്റെ പിതാവേണ്ട. മണ്ണാർക്കാട് നടമാളികരോട് സമരത്തെ പരിഹസിച്ച നഗരസഭാ ചെയർമാന് മറുപടിയുമായി AIYF മണ്ഡലം കമ്മിറ്റി അംഗം അബൂറജ. മാന്യതയുണ്ടെങ്കിൽ MLA പണി ഉപേക്ഷിച്ച് തിരൂരിലെ വീട്ടിൽ പോയിരിക്കണമെന്ന് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P മണികണ്ഠനും പറഞ്ഞു. കുളപ്പുള്ളി ഷൊർണൂർ പാത നിർമ്മാണ പ്രവൃത്തികളുടെ കരാർ ഏറ്റെടുക്കാതെ കരാറുകാരൻ. കഴിഞ്ഞ 23 വരെ കരാർ ഒപ്പിടാൻ സമയമുണ്ടായിരുന്നെങ്കിലും ഇതുവരെ പ്രവൃത്തികൾ ഏറ്റെടുത്തിട്ടില്ല. 10 ദിവസം കൂടി പിഴയോടെ ഏറ്റെടുക്കാൻ അവസരമുണ്ടെന്ന് PWD അധികൃതർ പറഞ്ഞു. പുലുക്കല്ലൂർ പ്രഭാപുരം മുളയങ്കാവ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യുവാവിന്റെ വേറിട്ട പ്രതിഷേധം. റോഡിലെ വലിയ കുഴിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ തുണി അലക്കിയും കുളിച്ചുമാണ് പപ്പടപ്പടി സ്വദേശി സുബൈർ അധികൃതരുടെ ശ്രദ്ധ ക്ഷണിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.